നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂരിൽ KSRTC ബസിൽ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ യുവാവ് അറസ്റ്റിൽ. യുവതിയെ കാറിൽ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിയുമായി ആളൂർ പോലീസ് വല്ലക്കുന്ന് എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. വാൽപ്പാറ പച്ചമല എസ്റ്റേറ്റിൽ പുലി പിടിച്ചുകൊണ്ടുപോയ 4 വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തി. ലഹരിവിരുദ്ധ പോരാട്ടം ശക്തിപ്പെടുത്താൻ തൃശൂർ നഗരത്തിൽ ആന്റി നർക്കോട്ടിക് ഇൻസ്റ്റലേഷൻ ഒരുങ്ങി. കോടാലി സ്കൂളിന് സമീപം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയയാൾ അറസ്റ്റിൽ. സംസ്ഥാനത്ത് റേഷൻ മണ്ണെണ്ണ വിതരണം ഇന്നു മുതൽ ആരംഭിക്കുമെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ അറിയിച്ചു. വിശദമായ വാർത്തയിലേക്ക്. തൃശൂരിൽ KSRTC ബസിൽ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ യുവാവ് അറസ്റ്റിൽ. വടകര സ്വദേശി സവാദാണ് തൃശൂരിൽ അറസ്റ്റിലായത്. കഴിഞ്ഞ 14-നായിരുന്നു സംഭവം. തൃശൂർ ഈസ്റ്റ് പോലീസിൽ യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. മലപ്പുറത്തേക്കുള്ള യാത്രക്കിടെ ബസ്സിൽ വെച്ച് ഇയാൾ യുവതിക്ക് നേരെ ലൈംഗിക പ്രദർശനം നടത്തുകയായിരുന്നു. തുടർന്ന് തൃശൂരിൽ ബസ്സിറങ്ങിയ യുവതി ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. 2023-ൽ സമാനമായ കേസിൽ ഇയാൾ അറസ്റ്റിലായിരുന്നു. അന്ന് നെടുമ്പാശ്ശേരിയിൽ KSRTC ബസ്സിൽ സഞ്ചരിക്കവേ തൊട്ടടുത്തിരുന്ന നടിയും മോഡലുമായ യുവതിക്ക് നേരെയും ഇയാൾ സമാനമായ രീതിയിൽ ലൈംഗിക അതിക്രമം നടത്തിയിരുന്നു. തുടർന്ന് യുവതി സംഭവം മൊബൈലിൽ ചിത്രീകരിക്കുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. പിടിക്കപ്പെട്ടപ്പോൾ ഇറങ്ങി ഓടാൻ ശ്രമിച്ച സവാദിനെ കണ്ടക്ടർ പിടികൂടുകയായിരുന്നു. സംഭവത്തിൽ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ സവാദിന് ഓൾ കേരള മെൻസ് അസോസിയേഷൻ സംഘടനയുടെ നേതൃത്വത്തിൽ പൂമാലയിട്ട് സ്വീകരണം നൽകിയ സംഭവം ഏറെ വിവാദമായിരുന്നു. യുവതിയെ കാറിൽ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിയുമായി ആളൂർ പോലീസ് വല്ലക്കുന്ന് എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഈ മാസം 14-ന് വല്ലക്കുന്നിൽ യുവതിയെ കാറിൽ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലാണ് പ്രതി ഒല്ലൂർ സ്വദേശി ആലപ്പാട്ട് വീട്ടിൽ ചാക്കോയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. പഠനാവശ്യത്തിനായി എറണാകുളത്ത് പോയി തിരിച്ചുവന്ന യുവതി ബസ് ഇറങ്ങി വീട്ടിലേക്ക് പോകുന്നതിനിടെ വല്ലക്കുന്നിൽ വെച്ച് കാറിൽ ബലമായി കയറ്റുകയായിരുന്നു. കാർ വേഗത കുറഞ്ഞ സമയത്ത് ഇയാളെ തിരിച്ചാക്രമിച്ച യുവതി കാറിന്റെ ഡോർ തുറന്ന് രക്ഷപ്പെടുകയായിരുന്നു. രക്ഷപ്പെട്ട യുവതി പിന്നീട് വീട്ടുകാരോടൊപ്പം ആളൂർ സ്റ്റേഷനിലെത്തി പരാതി നൽകിയിരുന്നു. വാൽപ്പാറ പച്ചമല എസ്റ്റേറ്റിൽ പുലി പിടിച്ചുകൊണ്ടുപോയ 4 വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തി. എസ്റ്റേറ്റ് ലയത്തിൽ നിന്ന് 300 മീറ്റർ മാറി കാട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പകുതി ഭക്ഷിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പുലി ആക്രമിച്ച ശേഷം ഉപേക്ഷിച്ച് പോവുകയായിരുന്നുവെന്നാണ് കരുതുന്നത്. കുഞ്ഞിനായി ഇന്നലെ വൈകിട്ട് മുതൽ തെരച്ചിൽ നടത്തിയിരുന്നു. ഇന്ന് രാവിലെ മുതൽ കാട്ടിൽ നടത്തിയ വ്യാപക തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ജാർഖണ്ഡ് സ്വദേശികളായ മനോജ് ഗുപ്ത, മോനിക ദമ്പതികളുടെ മകൾ 4 വയസ്സുകാരി രജനിയാണ് പുലിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇന്നലെ വൈകിട്ട് 6ഓടെ വീടിന് മുന്നിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് 4 വയസ്സുകാരിക്ക് നേരെ പുലിയുടെ ആക്രമണമുണ്ടായത്. നിരന്തരമായി പുലി അടക്കമുള്ള വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ള പ്രദേശമാണ് വാൽപ്പാറ. ലഹരിവിരുദ്ധ പോരാട്ടം ശക്തിപ്പെടുത്താൻ തൃശൂർ നഗരത്തിൽ ആന്റി നർക്കോട്ടിക് ഇൻസ്റ്റലേഷൻ ഒരുങ്ങി. വടക്കേ ബസ് സ്റ്റാൻഡിന് സമീപമാണ് ശില്പം ഒരുക്കിയിരിക്കുന്നത്. വിദ്യാർത്ഥിക്ക് ലഹരി ഭീകരനിൽ നിന്ന് സംരക്ഷണം നൽകുന്ന ശില്പമാണ് ഒരുക്കിയിരിക്കുന്നത്. തൃശൂർ സിറ്റി പോലീസിന്റെ ആശയത്തിൽ തയ്യാറാക്കിയ ശില്പം രാജ്യത്തെ ഏറ്റവും വലിയ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ശില്പമാണ്. 40 അടി നീളവും 18 അടി ഉയരവുമാണ് ശില്പത്തിനുള്ളത്. 90% വാഹനങ്ങളുടെ സ്പെയർ പാർട്സ് കൊണ്ടാണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. ഏകദേശം 3.5 ടൺ ഇരുമ്പാണ് ഉപയോഗിച്ചത്. ഡാവിഞ്ചി സുരേഷാണ് ശില്പം നിർമ്മിച്ചത്. കുട്ടിയെ ആക്രമിക്കുന്ന ഒരു ലഹരി ഭീകരൻ, ആ ലഹരി ഭീകരന്റെ രൂപം ഒരു നീരാളി രൂപത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്.
തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്ന അങ്കിത് അശോകനാണ് 2023 ജൂണിൽ ഷാഡോ പോലീസ് SI ആയിരുന്ന MG സുവൃതകുമാറിനോട് തൃശൂരിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തിനായി ശില്പം വേണമെന്ന ആശയം പങ്കുവച്ചത്. ശില്പം ഡിസൈൻ ചെയ്ത് കമ്മീഷണറിൽ നിന്നും അംഗീകാരവും വാങ്ങി മേയർ MK വർഗീസിനെ സമീപിച്ചതോടെ വടക്കേ സ്റ്റാൻഡിൽ ഇൻസ്റ്റലേഷൻ ഒരുക്കാൻ സ്ഥലം അനുവദിച്ചു. 18 ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ്. വടക്കേ സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ മേയർ MK വർഗീസ് ഇൻസ്റ്റലേഷന്റെ സമർപ്പണം നിർവഹിച്ചു. കോടാലി സ്കൂളിന് സമീപം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയയാൾ അറസ്റ്റിൽ. കോടാലിയിൽ കുട്ടികൾക്ക് വിൽപ്പന നടത്താനായി സൂക്ഷിച്ച നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഒരാൾ അറസ്റ്റിൽ. കോടാലി സ്വദേശി പോളക്കുളത്ത് വീട്ടിൽ 50 വയസ്സുള്ള സന്തോഷിനെയാണ് വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടാലി സ്കൂളിന് പരിസരത്ത് സ്കൂട്ടറിലാണ് ഇയാൾ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ നിന്നിരുന്നത്. ഇയാളിൽ നിന്ന് പുകയില ഉൽപ്പന്നങ്ങളും 580 രൂപയും പോലീസ് കണ്ടെടുത്തു. ഇയാളുടെ സ്കൂട്ടറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. വെള്ളിക്കുളങ്ങര SHO K കൃഷ്ണൻ, SI സന്തോഷ് കുമാർ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ശൈല, സിവിൽ പോലീസ് ഓഫീസർമാരായ അമൽ രാജ്, സുരേഷ് കുമാർ, സനിൽകുമാർ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. സംസ്ഥാനത്ത് റേഷൻ മണ്ണെണ്ണ വിതരണം ഇന്നു മുതൽ ആരംഭിക്കുമെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ അറിയിച്ചു. റേഷൻ വ്യാപാരികളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. AAY കാർഡുകാർക്ക് 1 ലിറ്റർ മണ്ണെണ്ണയും മറ്റു കാർഡുകാർക്ക് 1/2 ലിറ്ററും ലഭിക്കും. 1 ലിറ്റർ മണ്ണെണ്ണയ്ക്ക് 61 രൂപയാണ് വില. കേന്ദ്ര സർക്കാർ മണ്ണെണ്ണ വിഹിതം അനുവദിച്ചെങ്കിലും കടത്തുകൂലിയും കമ്മീഷനും സംബന്ധിച്ച തർക്കം മൂലം വിതരണം വൈകുകയായിരുന്നു. മഞ്ഞ നീല കാർഡ് ഉടമകൾക്ക് 1 വർഷമായും മറ്റ് കാർഡ് ഉടമകൾക്ക് 2.5 വർഷത്തിലേറെയായും മണ്ണെണ്ണ വിതരണം ചെയ്തിരുന്നില്ല. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 25 രൂപ കൂടി ഗ്രാമിന് 9235 രൂപ, പവന് 73,880 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂരിൽ KSRTC ബസിൽ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ യുവാവ് അറസ്റ്റിൽ. യുവതിയെ കാറിൽ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിയുമായി ആളൂർ പോലീസ് വല്ലക്കുന്ന് എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. വാൽപ്പാറ പച്ചമല എസ്റ്റേറ്റിൽ പുലി പിടിച്ചുകൊണ്ടുപോയ 4 വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തി. ലഹരിവിരുദ്ധ പോരാട്ടം ശക്തിപ്പെടുത്താൻ തൃശൂർ നഗരത്തിൽ ആന്റി നർക്കോട്ടിക് ഇൻസ്റ്റലേഷൻ ഒരുങ്ങി. കോടാലി സ്കൂളിന് സമീപം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയയാൾ അറസ്റ്റിൽ. സംസ്ഥാനത്ത് റേഷൻ മണ്ണെണ്ണ വിതരണം ഇന്നു മുതൽ ആരംഭിക്കുമെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ അറിയിച്ചു. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. ഈ വാർത്തയുടെ പുനർസംപ്രേക്ഷണം വൈകിട്ട് 3-നും 4:30-നും 6:30-നും ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.